ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വത്തിൽ ദേവക്ഷേത്രത്തിൻ്റെ വിശ്വകർമ്മ ദേവൻ്റെ അനുഗ്രഹത്തോട് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ പൂജാവിധികളെയും ഐതിഹ്യത്തെയും കുറിച്ച് രണ്ട് വാക്ക് സൂചിപ്പിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പഞ്ചദശ ഹോമവും ഗണപതി ഹോമവും നടത്തുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്നുള്ളത് വിശ്വബ്രഹ്മദേവൻ പ്രതിഷ്ഠയാണ്. അതോടൊപ്പം തന്നെ ഗായത്രി ദേവിയുടെ പ്രതിഷ്ഠയും ഗായത്രി ദേവി സമേത വിശ്വകർമ്മ ദേവൻ ആണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത്. അതിന് പ്രത്യേകതയുള്ളത് പഞ്ചമുഖ ഗണപതിയെ സൂചിപ്പിക്കുന്നത് 64 ഗണപതി ദീപങ്ങളിൽ ആദി ഗണപതിയായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുപോലെ ഒരു കാവ് വളരെ പഴക്കമുള്ള 200 വർഷം പഴക്കമുള്ള ഒരു കാവ് നിലകൊള്ളുന്നു. ആ കാവിൽ 5 നാഗദേവതകൾ നിലകൊള്ളുന്നുണ്ട്. അതിൽ പ്രധാനമായും കൃഷ്ണനാഗവും നാഗരാജൻ, നാഗയക്ഷി, നാഗകന്യക, രാഹു തുടങ്ങിയ സങ്കല്പങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ആയില്യ ദിവസം സർപ്പദോഷ പരിഹാര പൂജയും മൂറപ്പാലും വൃക്ഷപൂജയും പതിവായി നടന്നിരുന്നു. അതുപോലെ വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണപതി ഹോമം എല്ലാ ജനങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ട് നടത്തുന്ന കൂട്ടുഗണപതി ഹോമത്തിൽ പ്രസാദത്തോടൊപ്പം തന്നെ ഒരു ഗണപതി വിഗ്രഹവും കൂടി പൂജിച്ച് നൽകുന്നുണ്ട്. ഐതിഹ്യപ്രകാരം 41 ഗണപതി വിഗ്രഹങ്ങൾ ഓരോ വർഷം 1 വീതം എന്ന തത്വത്തിൽ സ്വരൂപിക്കാൻ കഴിയുന്ന ഭക്തന് ജീവിത സായുജ്യം അടയാം എന്നുള്ള സങ്കല്പം ഉണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇങ്ങനെ ആദ്യ ഗണപതി ഹോമം വിനായക ചതുർത്ഥിയും അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വിശ്വബ്രഹ്മദേവന്റെ ദിനമായ ഋഷിപഞ്ചമി ദിനവും ആഘോഷിക്കുന്നു. ഋഷിപഞ്ചമി ദിനം എന്ന് സങ്കല്പിക്കുന്നത് സാധാരണയായി ജനങ്ങൾ കരുതി വരുന്നത് ഒരു ജാതി സമൂഹത്തിൻ്റെ ദേവനാണ് വിശ്വബ്രഹ്മദേവൻ എന്ന സങ്കല്പം എന്നുള്ള ചിന്തയാണ് ഉള്ളത്. എങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ജനങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. ഒരു സമൂഹത്തിലെ വിശ്വകർമ്മ സമുദായം എന്നുള്ള നാമകരണം എന്നുണ്ടെങ്കിലും അത് വേദകാലഘട്ടത്തിൽ 5 തൊഴിൽ ചെയ്യുന്ന 5 കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് വിശ്വകർമാക്കളെന്ന് പറഞ്ഞത്. അന്ന് ജാതി വ്യവസ്ഥ ഇല്ലാതെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടായതിനു ശേഷമാണ് ഈ ജാതി തിരിച്ചറിയപ്പെട്ടത്. വേദകാലഘട്ടങ്ങളിൽ വേദം പഠിക്കുന്ന ആർക്കും ബ്രഹ്മത്വം സ്വീകരിച്ച് ബ്രാഹ്മണനാകാനും ഈ പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നവര് വിശ്വകർമാക്കളെന്നും പറഞ്ഞത്. ഇപ്പോൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും 5 തരത്തിലുള്ള ജീവിതമാർഗത്തിന് കർമ്മങ്ങൾ ആവശ്യമാണ്. പാർപ്പിടം, അവർക്ക് കൃഷി ചെയ്ത് ആഹാരം കണ്ടെത്താനായിട്ടുള്ള ആയുധങ്ങൾ, ആഹാരം പാചകം ചെയ്യാനുള്ള പാത്രങ്ങൾ, അവർക്ക് ആരാധന നടത്തുവാനുള്ള വിഗ്രഹങ്ങൾ, ദേവാലയങ്ങൾ തുടങ്ങി, അതുപോലെ ആഭരണങ്ങൾ, മാംഗല്യ രണ്ട് തരത്തിൽ ജീവിക്കുന്ന 2 വ്യക്തികൾ തമ്മിൽ നടത്തുന്ന വിവാഹാദി ചടങ്ങുകളിൽ നടത്തുന്ന മാംഗല്യം, ഇങ്ങനെയുള്ള 5 കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് വിശ്വകർമാക്കൾ എന്ന് സൂചിപ്പിക്കുന്നത്.
ഇന്നത്തെ ജാതി വ്യവസ്ഥയിൽ ഉള്ളവരല്ല എന്ന ചിന്ത നമുക്ക് വേദകാലഘട്ടങ്ങളിൽ പറയുന്നത് തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും സുഖമുണ്ടാവട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ജാതി, ഒരു മതം, ഇതൊന്നും വിഷയമല്ല. ഏത് തരത്തിലുള്ള ഏത് രീതിയിലുള്ള പണി ചെയ്താലും ഏത് തരത്തിൽ ജീവിച്ചാലും പരസ്പര സ്നേഹവും ബഹുമാനവും ഒത്തിണങ്ങി പോകണം എന്നും തത്വമസി എന്ന ചിന്തയോടുകൂടി ദേവ ആരാധന നടത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ അടിസ്ഥാനത്തിൽ പറയുന്നത്. വിശ്വദേവനെ ആരാധിക്കുന്നതിന് ഒരു ബ്രഹ്മാക്കൾ എന്ന് പറയുന്ന ആദ്യ ബ്രഹ്മാക്കളായ 5 പേർക്ക് ദർശനം നൽകുന്ന ഒരു ദിനമായിട്ടാണ് ഋഷിപഞ്ചമി ദിനത്തെ കാണുന്നത്. അത് ഈ ലോകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ തുടക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ഗായത്രി ദേവി ഇവിടെ പ്രധാന പ്രതിഷ്ഠയാണ്. തെക്കൻ കേരളത്തിൽ ഗായത്രി ദേവിയും വിശ്വകർമ്മദേവനുമായുള്ള ഒരു പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രം വിരളമാണ്. പ്രത്യേകിച്ച് ഈ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ക്ഷേത്രം 5 വാതിലുകൾ ഉള്ള 5 തട്ടുള്ള ഗോപുരവും കൂടിയ ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. ഈ 5 ക്ഷേത്രത്തിൽ 5 വാതിലുകളിൽ 5 വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടും. ആ പ്രതിഷ്ഠിക്കപ്പെടുന്ന വിഗ്രഹങ്ങളുടെ തത്വം എന്നുള്ളത് ഒരു ജീവി ജനിച്ച് ആ ജീവി ഇല്ലാതാകുമ്പോൾ ഉള്ള അവസ്ഥ 5 രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു ജീവിക്ക് ജീവി ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ നാഗജീവികൾ എന്ന പഞ്ചഭൂതങ്ങൾ ആവശ്യമാണ്. പഞ്ചഭൂതങ്ങളുടെ കസ്റ്റാഡിയനായ ഇന്ദ്രദേവനെയാണ് ഒരു വാതിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഇന്ദ്രദേവന്റെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് രൂപകൽപ്പന ചെയ്യുന്ന പ്രവൃത്തിയാണ് സൃഷ്ടി എന്ന ബ്രഹ്മാവിൻ്റെ കടമ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നടക്കുന്ന ആ രൂപത്തിന് എനർജി നൽകുന്നത് സൂര്യനാണ്. സൂര്യ എനർജിയിലാണ് ഇവിടുത്തെ മുഴുവൻ ജീവജാലങ്ങളും ചലിക്കുന്നത്. അങ്ങനെ സൂര്യൻ്റെ പ്രതിഷ്ഠയും ഈ 3 പ്രക്രിയകൾ കഴിഞ്ഞാൽ ജലവും സംരക്ഷണവും എല്ലാ ജീവികൾക്കും ആവശ്യമാണ്. ജലത്തിൻ്റെ അധിപതിയും സംരക്ഷണ ചുമതലയുള്ള ദേവനുമായി സങ്കല്പിക്കപ്പെടുന്ന മഹാവിഷ്ണുവാണ് അടുത്ത ഒരു ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ ഈ ലോകത്ത് ജനിക്കുന്ന മുഴുവൻ ജീവികളും ഈ ലോകത്ത് തന്നെ ജീവിച്ചിരുന്നാൽ ഈ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ മാറുന്നത് കൊണ്ട് ഓരോ ജീവിക്കും മുൻജന്മ കർമ്മഫലം അനുസരിച്ച് ആ ജീവിയുടെ ആത്മാവും ശരീരവും, അതായത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരത്തെയും 2ആയി വേർതിരിച്ചുകൊണ്ട് സൂക്ഷ്മ ശരീരമായ ആത്മാവിനെ അല്ലെങ്കിൽ മനസ്സിനെ ഈശ്വരനിലേക്കും പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തെ പഞ്ചഭൂതങ്ങളിലേക്കും ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് അഗ്നിയും അഗ്നിയുടെ ചുമതലയുള്ള ദേവൻ ശിവൻ ശ്രീ മഹേശ്വരൻ്റെ പ്രക്രിയയുമാണ്. ഈ തരത്തിലുള്ള ഒരു രീതിയിലാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതിൻ്റെ നടുഭാഗത്തായി മഹാമേരു പർവ്വതത്തിലിരുന്നാൽ 14 ലോകവും കാണാമെന്നുള്ള സങ്കല്പമാണ് എന്നുള്ളത്. ആ മഹാമേരുവിനെ സ്ത്രീ സങ്കല്പമായും അല്ലെങ്കിൽ പ്രകൃതി സങ്കല്പമായും വിരാട് പുരുഷനെ
ഈശ്വര സങ്കല്പമായുമാണ് കാണുന്നത്. അങ്ങനെ പ്രകൃതിയും പുരുഷനും എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേവാലയം നിലകൊള്ളുന്നത്. ഗായത്രി ദേവി 5 ഭാവങ്ങൾ കൊള്ളുന്നതാണ്. പാർവതി ദേവിയും ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ഇന്ദ്രാണിയും ശശിദേവിയും അടങ്ങുന്ന രൂപമാണ്. ആ രീതിയിലുള്ള ഗായത്രി ദേവിയുടെ പ്രതിഷ്ഠയും ഗായത്രി ദേവിക്ക് നവരാത്രി ദിനത്തിൽ വിപുലമായ രീതിയിൽ പൂജ നടന്നത്. ഗായത്രി ദേവിക്ക് നടക്കുന്ന നവരാത്രി പൂജയിൽ നവരാത്രി ദിനത്തിൽ ഈ പ്രദേശത്ത് വിദ്യാർത്ഥികളുടെ പുസ്തകവും പേനയും പൂജിക്കുവാനും ആയുധങ്ങൾ പൂജിക്കുവാനും ധാരാളം പേർ വരുന്നുണ്ട്. അതുപോലെ നാഗദേവതകളെ സങ്കല്പിച്ചുകൊണ്ട് നാഗപഞ്ചമി ആഘോഷം വളരെ വിപുലമായി നടക്കുന്നു. നാഗപഞ്ചമി ദിനത്തിൽ നാഗദേവതയെ പ്രീതിപ്പെടുത്തുന്ന ഭക്തർക്ക് ദീർഘമാംഗല്യം, സന്താന സൗഭാഗ്യം, വിവാഹ തടസ്സം, കാര്യശേഷി തുടങ്ങിയ പല കാര്യങ്ങൾക്കും പരിഹാരമായി മാറും എന്നുള്ള സങ്കല്പത്തിൽ ഒരു കന്യകയ്ക്ക് വസ്ത്രദാനം നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു പൂജയാണ് നാഗപഞ്ചമി പൂജ. അന്ന് വളരെ ഭക്തിയോടുകൂടി വസ്ത്രദാനം നടത്തുന്ന ഭക്തജനങ്ങൾ ധാരാളം. ഈ വസ്ത്രങ്ങൾ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ അർഹതപ്പെട്ട കുട്ടികൾക്ക്, കന്യകൾക്ക് വസ്ത്രദാനം നൽകിക്കൊണ്ടാണ് ആ ചടങ്ങ് പൂർത്തീകരിക്കുന്നത്. അന്ന് രാവിലെ 21 ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാഗദേവതകൾക്ക് വിപുലമായ അഭിഷേകവും ഭക്ത്യാദരപൂർവം നടത്തുന്നു. ധാരാളം ഭക്തജനങ്ങൾ ഈ സങ്കല്പങ്ങളിൽ പങ്കുകൊള്ളുകയും അവരുടേതായ പല കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകുകയും ചെയ്തിട്ടുള്ളതായി ഭക്തജനങ്ങളിൽ നിന്നും അറിയാവുന്നു. വളരെ ഗുണകരമായി ഭക്തജനങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ചെലവ് അടിച്ചേൽപ്പിക്കാത്ത ലെവലിൽ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്നതിന് വിശ്വബ്രഹ്മദേവന്റെയും അതുപോലെ നാഗദേവതകളുടെയും മഹാഗണപതിയുടെയും ഗായത്രി ദേവിയുടെയും വരദാനം കിട്ടത്തക്ക രീതിയിൽ ഉള്ള പൂജാക്രമങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. ആ പൂജാക്രമങ്ങൾ പരമാവധി എല്ലാ ഭക്തജനങ്ങൾക്കും പ്രയോജനപ്രദമാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു രീതിയിൽ ഇവിടെ നടക്കുന്ന പൂജാവിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംരക്ഷണം മറ്റുള്ളവർക്ക് അറിയുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുവാനാണ് ഇങ്ങനെ ഒരു സംവിധാനം നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ പ്രദേശത്ത് വെള്ളിയാഴ്ച തോറും ഓരോ ഗ്രഹത്തിലും ക്ഷേത്രത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ ഓരോ ഭവനത്തിലും ചെല്ലുകയും ആ ഭവനങ്ങളിൽ വളരെ വിപുലമായി ഐശ്വര്യ പൂജ നടത്തി വരാറുണ്ട്. 2012 ഒക്ടോബർ 20 ഋഷിപഞ്ചമി ദിനത്തിൽ 59 ആഴ്ചകൾ പിന്നിട്ട് 60ാമത്തെ ആഴ്ചയിലേക്ക് നീങ്ങുകയാണ്. അതിന് പ്രത്യേകിച്ച് ജാതി മത ഭേദമന്യേ ഏത് ഭക്തജനങ്ങളുടെ വീട്ടിലും അവരുടെ ഐശ്വര്യത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി പൂജ നടത്തുവാൻ
ഇവിടുത്തെ ഭക്തജനങ്ങൾ ഉൾപ്പെടുന്ന മുഴുവൻ ആൾക്കാരും തയ്യാറായി പരസ്പരം അങ്ങോട്ടും മുന്നോട്ടും എന്ന ലെവലിൽ ഒരു കൂട്ടായ്മയോടുകൂടി നടത്തുന്ന പൂജയാണ് വെള്ളിയാഴ്ച തോറും നടക്കുന്ന ഐശ്വര്യം. കർത്തവാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമി ദിനങ്ങളിൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പഞ്ചമി പൂജ നടത്തുക. അതിൽ ഭക്തജനങ്ങൾ എത്തുകയും അവർക്ക് പൂജാവിധികൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഹിന്ദു സംസ്കാരത്തിന്റെ അറിവിനെ കുറിച്ച് ഹിന്ദു സംസ്കാരത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് എന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായ അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിലുമുള്ള ചെറിയൊരു ക്ലാസ് അന്ന് നടത്താറുണ്ട്. ഇങ്ങനെ ഈ പ്രദേശത്തെ ജനങ്ങളെ ഒത്ത് ഒരു പുറക്കീഴിൽ കൊണ്ടുവന്ന് ആത്മീയപരമായി ഉയർത്തി പരസ്പരം സ്നേഹ സഹോദരങ്ങളായി ജീവിക്കുവാനുള്ള സന്മനസ്സും ആത്മീയ പക്വതയും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമഫലമാണ് നാഗരികാവ് വിശ്വകർമ്മ ദേവക്ഷേത്രത്തിൽ നടത്തി വരുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളേവരെയും തിരുവനന്തപുരം ജില്ലയിൽ കരമന പ്രദേശത്ത് ശ്രീദേവി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നാഗരികാവ് വിശ്വകർമ്മ ദേവക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ലോകത്തിലെ മുഴുവൻ ജീവികൾക്കും നല്ലത് വരട്ടെ, അവർക്ക് എല്ലാ മനുഷ്യർക്കും ആയുരാരോഗ്യവും സർവ്വ ഐശ്വര്യവും നേർന്നുകൊണ്ട് വിശ്വകർമ്മ ദേവക്ഷേത്രത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്